ശരിക്കും നമ്മൾ എത്ര എന്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ പഠിച്ചാലും അതൊന്നും കൂടി റിവൈസ് ചെയ്താലേ നമുക്ക് ഉത്തരത്തിലേക്ക് അത് വരുള്ളൂ. അപ്പം റിവിഷൻ എന്ന് പറയുന്നത് തിയറി പഠിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ഒരു പടി മുന്നിൽ ഇമ്പോർട്ടൻസ് ആയിട്ടില്ല. ഇപ്പൊ എഡൂസിന്റെ റിവിഷൻ ക്ലാസ് നമ്മൾ പഠിച്ചിട്ട് ആ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാം ഒന്നും കൂടി ഓടി മറിയും. നമ്മുടെ മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോവാണല്ലോ എല്ലാ ക്വസ്റ്റ്യൻസ്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് നമുക്ക് ഈ റിവിഷൻ ബേസ്ഡ് ആയിട്ടുള്ള. പിന്നെ 100 MCQ വർക്കൗട്ടിന്റെ ഒക്കെ വീഡിയോസ് അതും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ ഓൾറെഡി ആ തിയറി പഠിച്ചു, പിന്നെ നമ്മൾ ആ റിവിഷനും കൂടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് തറവാം. പിന്നെ ഈ MCQ വർക്കൗട്ടിന്റെ കാര്യം ശരിക്കും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം പഠിക്കുമ്പോൾ നമ്മൾ അങ്ങ് ടയേർഡ് ആവും. അപ്പം ഒരു ഗ്യാപ്പ് പോലെ ഹെഡ്സെറ്റ് വെച്ചിട്ട് വീഡിയോ ഇങ്ങനെ ക്ലാസ് കേൾക്കുമായിരുന്നു. പിന്നെ അതേപോലെ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ വീട്ടിലൊക്കെ നമുക്ക് പണികളൊക്കെ ചെറിയ ചെറിയ അങ്ങനെ മാക്സിമം നമ്മൾ വർക്ക് ആ സമയത്ത് കുറച്ചുകൂടി സ്റ്റഡി ടൈം കൂട്ടും. എന്നാലും എന്തെങ്കിലുമൊക്കെ വർക്ക് അത്യാവശ്യമായിട്ടൊക്കെ വരുമ്പോൾ അത് ചെയ്യുമ്പോഴൊക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ട് MCQs ഇങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ മാക്സിമം MCQ വർക്കൗട്ട് ചെയ്യാന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഓപ്ഷൻസ് ഏതൊക്കെ വരാം, നമുക്ക് ഓപ്ഷൻ വരുമ്പോൾ എങ്ങനെ ഡൗട്ട് ആവാതിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. ശരിക്കും ഇത് നാലും ഒരേപോലെ ബാലൻസ്ഡ് ആയിട്ട് വേണം.